ഇന്ന് നമുക്കിവിടെ നാടൻ കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് 2 ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ടത്. പൊന്നിയരിയാണ് ഇട്ടത്. കുത്തരി ഇട്ടാൽ വളരെ ടേസ്റ്റായിരിക്കും. എൻ്റെ അടുത്ത് പൊന്നിയരി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ അരച്ചെടുക്കുക പറഞ്ഞാൽ ഒന്ന് തരി പിരാന്നനെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. വല്ലാതെ നൈസായിട്ടല്ല കേട്ടോ അരച്ചെടുത്തത്. ഇനി നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് നന്നായിട്ട് ഇത് കിണ്ടിയെടുക്കണം. ഈ വേർഡ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ഇനി അതിന് വേറെ വേർഡ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് നല്ല പോലെയിട്ട് വേവിച്ച് കട്ടിയാക്കി എടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റി കട്ടിയാക്കി എടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് നിറച്ച് നാളികേരം എടുത്ത് കുറച്ച് ജീരകം ഇട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് അരയ്ക്കാനോ ഒന്നും പാടില്ല, ഒന്ന് ജസ്റ്റ് ഒറ്റ പൾസ് കൊടുത്തിട്ട് ഇതിലോട്ടിട്ടു. ആ വീഡിയോ എൻ്റെ അടുത്ത് പോയി, അതുകൊണ്ടാണ് അത് കാണാഞ്ഞ കേട്ടോ. ഇനി ഞാൻ മിക്സ് ചെയ്ത് വെച്ചതിനെ ചെറിയ ഉരുളകളാക്കി എടുത്തു. മുമ്പ് നല്ലോണം വലിയതാക്കിയിട്ട് നമ്മൾ മുറിച്ചിട്ടൊക്കെയാണ് വറുത്തിടുക. ഞാൻ അതിന് പകരം ഇതിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്തു. എന്നിട്ട് ഇതെല്ലാം ഞാൻ ഒരു സ്റ്റീമറിലേക്ക് വെച്ചു കേട്ടോ. നല്ലോണം ഇത് വേവിച്ചെടുക്കണം. നമ്മൾ അതിനെ കിണ്ടിയെടുക്കുന്ന സമയത്ത് തന്നെ ഒരു 30-40% വെന്തിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ഇതിനൊക്കെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല ആവിയിൽ ഞാനൊരു 15-20 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇവിടെ കൊഴുക്കട്ട നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ആവിയും കൂടി വെച്ച ശേഷം ഞാൻ എങ്ങനെയാണ് വറുത്തിട്ടതെന്ന് കാണിക്കാം. അപ്പോൾ അടുത്ത ആവി കൂടി ആവാറായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആവി കൂടി ആയി. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്ന ശേഷം കുറച്ച് കടുക്, പിന്നെ ഉഴുന്നുപരിപ്പാണ് ഇടുക. അതിന് പകരം ഞാൻ ചെറുപയർ പരിപ്പാണ് കേട്ടോ. പിന്നെ കടലപ്പരിപ്പും വേണമെങ്കിൽ ഇടാം, അത് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പില, മുളകിൻ്റെ പൊട്ട്, ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം ഈ കൊഴുക്കട്ടയെ ഇതിലോട്ടിട്ടിട്ട് കുറച്ച് നേരം നമ്മൾ ഒന്ന് ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം വഴറ്റുമ്പോൾ ഒന്നിങ്ങനെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ മാതിരി വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് സത്യം പറഞ്ഞാൽ വെറുതെയും കഴിക്കാം, ചട്നി കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.